തൃശൂരിലെ മട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് മെമ്പർമാർ കൂട്ടത്തോടെ പാർട്ടിയിൽ നിന്നും രാജിവെച്ച വിഷയത്തിൽ DCC നേതൃത്വത്തിലെ കൂടുതൽ വെളിപ്പെടുത്തലുമായി വിമത നേതാക്കൾ. വിമത നേതാവ് TM ചന്ദ്രനാണ് രംഗത്തെത്തിയത്. മട്ടത്തൂരിലെ കോൺഗ്രസിലെ 3 സീറ്റുകൾ ആവശ്യപ്പെട്ടത് ഗുണ്ടാ നേതാവ് കൊടകര റഷീദാണെന്നും ആവശ്യമനുസരിച്ച് 3 പേർക്ക് DCC നേരിട്ട് ചിഹ്നം അനുവദിച്ചതായും ചന്ദ്രൻ വെളിപ്പെടുത്തി. ഇപ്പോൾ കൊടകര റഷീദാണ് 3 സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അതിപ്പോൾ 24-ാം തീയതിയിലെ കോർ കമ്മിറ്റി DCC പ്രസിഡന്റ് ആ കോർ കമ്മിറ്റിയിലേക്ക് എന്നെ പ്രത്യേകം വിളിച്ചു വരുത്തി. കോർ കമ്മിറ്റിയിൽ ഞാനില്ലാത്ത അന്ന് MP വിൻസെന്റ്, O അബ്ദുറഹ്മാൻ കുട്ടി, KB ശശികുമാർ തുടങ്ങിയ KPCC ജനറൽ സെക്രട്ടറിമാരും DCC പ്രസിഡന്റും പങ്കെടുത്ത കോർ കമ്മിറ്റി യോഗത്തിലേക്ക് എന്നെ വിളിച്ചു വരുത്തി. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൈ അടയാളം അവർക്ക് കൊടുത്തു. അതുകൊണ്ട് നിങ്ങളെ സ്ഥാനാർത്ഥി നിങ്ങൾ 3 പേര്, അതായത് ഞാൻ നിർദ്ദേശിച്ച 3 പേര് തന്നെയാണ് സ്ഥാനാർത്ഥികൾ. പക്ഷേ കൈ അവർക്കാണ്. അതിൽ വിചിത്രമാണെന്ന് ഞാൻ അപ്പോൾ തന്നെ സൂചിപ്പിച്ചു. പക്ഷേ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൈ ചിഹ്നം പിൻവലിക്കാൻ നിവൃത്തിയില്ല എന്നാണ് DCC പ്രസിഡന്റ് പറഞ്ഞത്. ഞാൻ പിൻവലിക്കാൻ കഴിയും എന്നുള്ളതിന് വ്യക്തമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രേഖകൾ ഞാൻ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. ഞാനത് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ വീട്ടിൽ പോയി ഞാൻ അദ്ദേഹത്തെ ഇത് ബോധ്യപ്പെടുത്തി. അദ്ദേഹം DCC പ്രസിഡന്റിന് ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശവും കൊടുത്തു. പക്ഷേ ആ തീരുമാനം എടുത്തില്ല എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. വിവരങ്ങൾ സാനു കെ സജീവ് നമ്മളൊപ്പം ചേരുന്നുണ്ട്. സാനു, DCCക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുകയാണ് വിമത നേതാവ് TM ചന്ദ്രൻ. മട്ടത്തൂരിൽ കോൺഗ്രസിലെ 3 സീറ്റുകൾ എങ്ങനെയാണ് ഗുണ്ടാ നേതാവിന് ആവശ്യപ്പെടാൻ കഴിയുക? കൊടകര റഷീദ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വിവരങ്ങൾ KPCCയുടെ അന്ത്യശാസനവും മറ്റത്തൂർ കാര്യത്തിൽ പാളി എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. നേരത്തെ തന്നെ നമ്മൾക്ക് മനസ്സിലായതാണ് അവിടെ വൈസ് പ്രസിഡന്റ് രാജിവെക്കുമെന്നുള്ളത്. അത് നേരത്തെ തന്നെ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ ചർച്ചയെ സാധൂകരിക്കുന്ന തരത്തിൽ തന്നെ വൈസ് പ്രസിഡന്റ് രാജിവെച്ചെങ്കിലും കഴിഞ്ഞ ദിവസം ഏതാനും ദിവസം മുൻപ് KPCC സെക്രട്ടറി ആയിട്ടുള്ള ജോസ് വള്ളൂർ ചില സൂചനകളൊക്കെ നൽകിയിരുന്നു ഈ DCC നേതൃത്വത്തിലെ ചില വീഴ്ചകളെ കുറിച്ച്. ആ സൂചനകൾ ഇപ്പോൾ സാധൂകരിക്കുന്ന കാര്യത്തിലേക്ക് അല്ലെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇന്ന് ചന്ദ്രന്റെ വാർത്താ സമ്മേളനം. അല്ലെങ്കിൽ ആ സൂചനകൾ കൃത്യമായിരുന്നു എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ചന്ദ്രന്റെ വാർത്താ സമ്മേളനം കഴിയുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മറ്റത്തൂരിൽ 3 സീറ്റുകൾ ആവശ്യപ്പെട്ടത് ഗുണ്ടാ നേതാവാണ്. ആ ഗുണ്ടാ നേതാവ് കൊടകര റഷീദ് ആവശ്യപ്പെട്ടതനുസരിച്ച് മറ്റത്തൂരിൽ 3 പേർക്ക് DCC നേരിട്ട് ചിഹ്നം അനുവദിച്ചു എന്നാണ് ചന്ദ്രൻ തുറന്നടിച്ചിരിക്കുന്നത്. അതായത് ഈ ചന്ദ്രന്റെ പ്രതികരണത്തോടു കൂടി DCC നേതൃത്വം കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. കൂടുതൽ ഇതിനു മുൻപും ഈ സമാന വിധത്തിലുള്ള അല്ലെ സമാന കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ രാജിവെച്ചവരൊക്കെ ആരോപിച്ചിരുന്നു. അതിലൊരു വ്യക്തതയും കൃത്യതയും ഇല്ലായിരുന്നു. ഇപ്പോൾ ചന്ദ്രൻ അവസാനം നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിലെ വാർത്താ സമ്മേളനത്തിൽ അതിന് വ്യക്തത വരികയാണ്. ഗുണ്ടാ നേതാവായിട്ടുള്ള റഷീദ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അവിടെ 3 പേർക്ക് കൈപ്പത്തി ചിഹ്നം നൽകിയത്. അതുകൊണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ രാജി അല്ലെങ്കിൽ ഈ 8 പേരുടെ രാജി എന്ന് പറഞ്ഞു വെക്കുകയാണ് TM ചന്ദ്രൻ. ഒപ്പം തന്നെ DCCയുടെ നിർദ്ദേശങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DCC നേതൃത്വം ഈ വിമത നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ 8 മെമ്പർമാരും രാജിവെക്കണമെന്നും ഒപ്പം തന്നെ ഈ പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളും രാജിവെക്കണമെന്ന് DCC നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ്. ആ നിർദ്ദേശം പാടെ തള്ളി പാടെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയ നേതൃത്വത്തോട് പിന്നീട് ചർച്ച നടത്തിയത് KPCC നേതൃത്വമാണ്. ആ KPCC നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ചർച്ചയ്ക്കെത്തിയത് റോജി എം ജോൺ ആണ്. എന്തായാലും റോജി എം ജോൺ ഇന്നലെ ആവശ്യപ്പെട്ടത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെച്ചാൽ മാത്രമേ ഇനി ഒരു ചർച്ചയുള്ളൂ എന്നാണ് ഈ റോജി എം ജോൺ KPCCയുടെ ഭാഗത്ത് നിന്ന് വ്യക്തമാക്കി. എന്തായാലും ആ KPCCയുടെ നിർദ്ദേശത്തെയും ഈ വിമത നേതാക്കൾ അവഗണിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ പ്രസിഡന്റ് രാജിവെക്കലിൽ നിന്ന് കൃത്യമായിട്ടും വിമത നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മറ്റത്തൂരിൽ ടെസി ജോസ് തന്നെയായിരിക്കും പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നൂർജഹാൻ ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. അത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചുകൊണ്ടാണ് ഇവർ രാജിവെക്കുന്നതെന്നാണ് ഇതിനൊരു വിശദീകരണമായിട്ട് പറയുന്നത്. അമൽ. മട്ടത്തൂരിൽ DCCക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി വിമത നേതാവ് TM ചന്ദ്രൻ രംഗത്തെത്തി. മട്ടത്തൂരിൽ കോൺഗ്രസിലെ 3 സീറ്റുകൾ ആവശ്യപ്പെട്ടത് ഗുണ്ടാ നേതാവ് കൊടകര റഷീദാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആവശ്യമനുസരിച്ച് 3 പേർക്ക് DCC നേരിട്ട് ചിഹ്നം അനുവദിച്ചതായും ചന്ദ്രൻ വെളിപ്പെടുത്തി. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്.